everyone, welcome back to my channel. അപ്പോൾ ഇന്ന് 2nd ജൂൺ ഞങ്ങളുടെ 10th സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു 5 വർഷം എനിക്ക് ഫുള്ള് ഇത് എപ്പോഴാണ് തീരുക തീരുന്നില്ലല്ലോ, നീങ്ങുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഫീൽ ചെയ്തായിരുന്നത്. ആൻഡ് ഫൈനലി വി ആർ ഇൻ അവർ ലാസ്റ്റ് ചാപ്റ്റർ ആക്ച്വലി. അപ്പോൾ അത് കുറച്ച് നമുക്കതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് അത് ഒരു 6 monthsൽ നമ്മുടെ കോളേജ് ലൈഫ് തീരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി ഹിറ്റ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ള നമുക്കെന്താ പറയുക, വ്യാകുലതകളുണ്ട്. ബട്ട് എനിവേ ഞാൻ വിചാരിച്ചു ഇത് ഒരു ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാമെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫസ്റ്റ് ഡേ ഇപ്പോൾ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ജസ്റ്റ് എ കാഷ്വൽ ഡേ അറ്റ് കോളേജ്. അപ്പോൾ ബട്ട് എനിക്ക് തോന്നി 10th സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ ഒന്ന് ഓർമ്മയ്ക്കെങ്കിലും സൂക്ഷിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സാധാരണ ഒരു 3rd ഇയറിൻ്റെയൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഡിഗ്രി പാസ്സായി. അപ്പോൾ നമുക്ക് ആ ഫ്രസ്ട്രേഷൻസ് തുടങ്ങി. ആൾക്കാർ ചോദിക്കും ഇത് തീർന്നില്ലേ അങ്ങനെയൊക്കെയുള്ള ചോദ്യമൊക്കെ വന്നു. അതിനൊക്കെ ഒരു അവസാനമാവുകയാണ്. നമുക്കും അതേ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങണേൻ്റെ ആ ഒരു ഗിഡുപിടി ഫീലിങ്സൊക്കെ ഉണ്ട്. ബട്ട് എനിവേ ഞാൻ ചൂസ് ചെയ്തതാണ്. വി ആർ ഗോണ ഹാൻഡിൽ എവറി കോൺസിക്വൻസസ്. സോ സാധാരണ ഒരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനും കൂടുതൽ എക്സൈറ്റഡ് ആവാറുണ്ട് ഞാൻ. അതായത് ഇതിന് മുന്നേയുള്ള സെമസ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത്ര എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. മേ ബി ഇത് കഴിഞ്ഞു എന്നുള്ള ആ ഒരു റിയലൈസേഷൻ കൊണ്ട് കുറച്ച് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അല്ലാതെ എന്തായിരിക്കും സബ്ജക്ട്സ്, ഇതെന്താണെന്ന് അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ. ഇന്ന് പെർട്ടിക്കുലർലി എനിക്കിപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഐ എം കാം. അപ്പോൾ 10th സെമസ്റ്റർ 9thലേ എനിക്ക് ആ ഒരു, ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും ആ ഒരു നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ചെയ്യുക, പ്രാക്ടീസിന് പോകണോ അല്ലെങ്കിൽ LLMന് പോകണോ അല്ലെങ്കിൽ കോപ്പറേറ്റ് നോക്കണോ, അങ്ങനെ പല നമുക്ക് കരിയർ ഓപ്ഷൻസ് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ കിടക്കുകയാണ്. അപ്പോൾ ഏത് വേണം അല്ലെങ്കിൽ ഏതിലാണ് നമുക്കൊന്ന് സെറ്റിലാവാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മളെല്ലാ ഫ്രണ്ട്സും എപ്പോൾ കണ്ടാലും സംസാരിക്കുന്നതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ അതൊക്കെ ഇങ്ങനെ അടുത്തു, ആ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ടൈം എടുത്തു. നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആവേണ്ട ടൈമായി. കാരണം ഇത്ര നാൾ നിന്ന പോലെയല്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് ബിൽഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, എങ്ങടാ പോകണം, പഠിക്കാനാണോ പോകേണ്ടത്, വർക്ക് ചെയ്യാനാണോ പോകേണ്ടത്, വർക്ക് ചെയ്യാൻ എന്തിലാ പോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ ഒരു റിയാലിറ്റി ഹിറ്റ് നന്നായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സോ അത് എഫക്റ്റ് ചെയ്തത് ഈ ഒരു പുതിയ സെമസ്റ്റർ തുടങ്ങുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനാണ്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലിംസസ് പോലെ എന്താ ഇന്ന് കോളേജിൽ പോണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സാധാരണ എനിക്ക് ഐ ഫീൽ വെരി എക്സൈറ്റഡ് വെൻ ഐ എം ടേക്കിംഗ് വീഡിയോസ്. ബട്ട് ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല. മേ ബി ഞാനിത് ആക്ച്വലി എൻ്റെ ഒരു ഫ്യൂച്ചർ സെൽഫിന് ഓക്കെ ഇതായിരുന്നു നിൻ്റെ ലാസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് ഡേ എന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാതെ എന്തെങ്കിലും എനിക്കിതിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് final year students, blabbers. So stay tuned. ഇതുപോലെ നിറയെ ഡേറ്റ്സ് ഇട്ടുണ്ടാക്കണം. അവരെടുക്കണതിന് മുമ്പ് ഞാൻ എടുക്കുന്നു.
രസമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ആയിരുന്നു. വരുന്നുണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. 10th ഫസ്റ്റ് ഡേ മാത്രല്ല പറയണം. ഞാനുണ്ടല്ലോ ക്യാമറയിൽ ഫസ്റ്റ് ഡേയോ അല്ല ലാസ്റ്റ് ഫസ്റ്റ് ഡേ ഡിഫറെന്റ്. ഞാൻ എഡിറ്റ് ചെയ്യും. ടിക്കറ്റ് എന്തോ കൊണ്ടുപോകാൻ ഇവിടെ കാറിൽ ഇരിക്കാനുണ്ടോ